അധികം വൈകാതെ എന്താണ് സംഭവിച്ചതെന്ന് ഉണരാനാവാതെ ഹനുമാൻ വിഭീഷണന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ വിഭീഷണൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു, അയ്യോ, അവരെ മഹിരാവണൻ അപഹരിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവരെ രക്ഷിച്ചില്ലെങ്കിൽ അഹിരാവണൻ രാമനെയും ലക്ഷ്മണനെയും ചണ്ഡികയ്ക്ക് ബലി നൽകും. അത് കേട്ടപാടെ ഹനുമാൻ പാതാളത്തിലേക്ക് കുതിച്ചു. പാതാളത്തിന്റെ പ്രവേശന കവാടത്തിൽ പകുതി വാനരനും പകുതി ഇഴജന്തുവുമായ ഒരു ജീവി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആരാണെന്ന് ഹനുമാൻ തിരക്കി. ഞാൻ മകരധ്വജനാണ്, നിങ്ങളുടെ പുത്രൻ. താനൊരു പരിപൂർണ ബ്രഹ്മചാരിയുടെ ജീവിതം നയിക്കുമ്പോൾ എങ്ങനെ തനിക്കൊരു പുത്രനുണ്ടായി എന്ന കാര്യത്തിൽ ഹനുമാൻ ആശയക്കുഴപ്പത്തിലായി. മകരധ്വജൻ എന്ന സൃഷ്ടി ഹനുമാന്റെ ആശയക്കുഴപ്പം ലഘൂകരിച്ചു. താങ്കൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ വീര്യത്തിന്റെ ഒരു തുള്ളി സമുദ്രത്തിൽ പതിച്ചു. ഒരു ശക്തനായ പെൺമുതലയുടെ വായിലാണത് പതിച്ചത്. തന്മൂലം അവർ എന്നെ ഗർഭം ധരിച്ചതായി മകരധ്വജൻ വെളിപ്പെടുത്തി. മകരധ്വജന്റെ വെളിപ്പെടുത്തൽ ഹനുമാൻ നിരസിച്ചു. അതിനൊരിക്കലും സാധ്യതയില്ലെന്നും കുട്ടിക്കാലം മുതൽ താൻ ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുന്നതിനാൽ തന്റെ സന്തതിയാകുവാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം അവന്റെ വാദത്തെ നിഷേധിക്കുന്നു. എന്നാൽ മകരധ്വജൻ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. തുടർന്ന് ഹനുമാൻ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പോയി. ധ്യാനത്തിലൂടെ മകരധ്വജന്റെ അവകാശവാദം ശരിയാണെന്നും അവൻ യഥാർത്ഥത്തിൽ തന്റെ മകനാണെന്നും ഹനുമാൻ ഉണർന്നു.